നമസ്കാരം. ഓരോ പക്ഷികൾക്കും ഓരോ പ്രാധാന്യമുണ്ട്. ചില പക്ഷികളെ കാണുന്നത് പോലും മഹാഭാഗ്യമാണ് എന്നാണ് പറയുക. അത്തരത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ. ഉപ്പനെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ പ്രഥമമായും മനസ്സിലാക്കേണ്ടതായ കാര്യം, ആ വീടുകളിൽ മഹാവിഷ്ണു ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ്. ഉപ്പനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കും പ്രകടമായിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് ചില സൂചനകൾ തന്നെയാണ്. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഉപ്പനുമായി ബന്ധപ്പെട്ട് കുചേല വൃത്തത്തിലും വിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സുധാമാവ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പുറപ്പെടുന്നതിന് മുൻപ് ഉപ്പനെ കണ്ടു എന്ന് പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, സുധാമാവിന് എന്താണ് സംഭവിച്ചത് എന്ന് ഏവർക്കും അറിയാം. അത്തരത്തിൽ ഉപ്പനുമായി ബന്ധപ്പെട്ട ചില ശുഭ സൂചനകളെ കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ പ്രധാനപ്പെട്ടതായ ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനായി വീടുകളിൽ നിന്നും ഇറങ്ങുന്നതായ അവസരത്തിൽ ഉപ്പന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇറങ്ങുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ആ യാത്രയുടെ ലക്ഷ്യമെന്തോ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാകുന്നു. കൂടാതെ ആ യാത്രയുമായി ബന്ധപ്പെട്ട് ശുഭഫലങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നും അർത്ഥമാക്കുന്നു. ആ യാത്രയുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ഏതൊരു വീട്ടിലും നിർബന്ധമായും ചെയ്യേണ്ടതായ ഒരു കാര്യം തന്നെയാണ് വിളക്ക് തെളിയിക്കുക എന്നത്. 2 നേരവും വീടുകളിൽ നിർബന്ധമായും വിളക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ അത് സന്ധ്യാസമയത്താണ് എങ്കിലും അതല്ല അതിരാവിലെയാണ് എങ്കിലും വിളക്ക് തെളിയിക്കുമ്പോൾ ഉപ്പന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട് എന്നും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൂചനയായി തന്നെ കണക്കാക്കാം എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിന് അനുകൂലമായ ചില കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. മുൻപ് പരാമർശിച്ചതുപോലെ നിങ്ങൾ യാത്രയ്ക്കായി ഇറങ്ങുന്നതായ അവസരത്തിൽ ഉപ്പൻ നിങ്ങളുടെ വലത്തോട്ട് ചാടുകയാണ് അല്ലെങ്കിൽ പറന്ന് പോവുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു സൂചനയായി തന്നെയാണ് കണക്കാക്കുവാനായി സാധിക്കുക. പ്രധാനമായും നിങ്ങൾക്ക് ഈ ഒരു യാത്ര ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കാത്ത അനുഭവങ്ങൾ നൽകാം, അല്ലെങ്കിൽ ഉയർച്ചയോ മറ്റ് നേട്ടങ്ങൾക്കോ കാരണമായി തീരാം. പ്രശ്ന പരിഹാരത്തിനാണ് പോകുന്നത് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് പറയുക. എന്നാൽ യാത്ര നിങ്ങൾ ആരംഭിച്ചതിന് ശേഷം അല്പസമയം കഴിഞ്ഞാണ് ഇപ്രകാരം ഉപ്പനെ കണ്ടിട്ടുള്ളത് എങ്കിൽ ആ യാത്രയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ഉപ്പൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും നിങ്ങളുടെ വീടിന് ചുറ്റുമായി ഉപ്പൻ നടക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ് എന്നാണ് പറയുക. എന്നാൽ ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ലക്ഷണമാണ്. കാരണം ഒരു വീടിന്റെ ചുറ്റും നടക്കുക എന്നത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ചില വീടുകളിൽ ഇത് സംഭവിക്കുകയും ചെയ്യും. അപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ വീടുകളിൽ ശുഭകാര്യങ്ങൾ, മംഗളകരമായ കർമ്മങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതൊരു വിവാഹം പോലുമാകാം,
അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന സൂചന തന്നെയാണ് ഉപ്പൻ നിങ്ങൾക്ക് നൽകുന്നത്. മറ്റൊന്ന് കണിയുമായി ബന്ധപ്പെട്ടാണ്. കണിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഒരു വ്യക്തി ഉണർന്ന് ആദ്യ 24 മിനിറ്റിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഈ സമയം ചില വസ്തുക്കൾ കണി കാണുന്നത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്നതിന് ഉത്തമവുമാണ്. അത്തരത്തിൽ കണി കാണേണ്ടതായ വസ്തുക്കളെ കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. ഉപ്പനെ നിങ്ങൾ ഇപ്രകാരം അതിരാവിലെ കണി കാണുകയാണ് എങ്കിൽ അന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്ന സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം. പോസിറ്റീവായ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. പോസിറ്റീവായി തന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നും അർത്ഥമാക്കാം. എന്നാൽ ഉപ്പനെ നിങ്ങൾ കാണുന്നതായ അവസരത്തിൽ നിത്യവും കാണുകയാണ് എങ്കിൽ അത് അത്രമേൽ ശുഭമാണ്. ഏവർക്കും സാധിക്കണം എന്നില്ല. എന്നാൽ കാണുന്നതായ അവസരങ്ങളിൽ എല്ലാം തന്നെ ഉപ്പന് ജലവും ആഹാരവും നിങ്ങൾ നൽകുകയാണ് എങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം നാൾക്കുനാൾ വർദ്ധിക്കും എന്നാണ് പറയുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം പോലും കുറയ്ക്കുവാൻ സാധിക്കും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. പലർക്കും ഉപ്പനെ കാണുമ്പോൾ ലഭിക്കുന്നതായ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. അതിന്റെ കാരണം പലവിധ കാരണങ്ങളിൽ ഒരു കാരണം ഇപ്രകാരമാണ്. ചിലർ ഉപ്പനെ കാണുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റു വ്യക്തികൾക്കാണ് എങ്കിലും കാണിച്ചു കൊടുക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായ ആ ശുഭഫലം ഇല്ലാതാകും എന്നാണ് പറയുക. കൂടാതെ ഇവയ്ക്ക് അന്നേ ദിവസം ആഹാരം ലഭിക്കില്ല എന്ന വിശ്വാസവും നിലനിൽക്കുന്നു. അതിനാൽ ആ പക്ഷിക്കും നിങ്ങൾക്കും അത് ശുഭകരമല്ല. എന്നാൽ ഉപ്പനെ നിങ്ങൾ കാണുന്നതായ അവസരത്തിൽ കൈകൊട്ടുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ്. അധികം ശബ്ദത്തിലല്ല പറയുന്നത്. എന്നിരുന്നാലും കൈകൊട്ടുന്നത് ശുഭകരമായി തന്നെ ഭവിക്കും. പ്രത്യേകിച്ചും ഇഷ്ട ആഹാരം, ഇഷ്ട ഭക്ഷണം സമൃദ്ധമായി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്നാണ് പറയുക. ശുഭകാര്യങ്ങൾ അന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായും സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ ഉപ്പനെ കാണുന്നതായ അവസരത്തിൽ അവയെ ഓടിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അബദ്ധവശാൽ ഇപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിനും ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ സൗഭാഗ്യങ്ങൾ ക്രമേണ ഇല്ലാതാകുന്നതിനും കാരണമായി തീരാം. ലക്ഷ്മി നാരായണ കോപം തന്നെ ആ വ്യക്തികൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. അതിനാൽ ഉപ്പനെ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ഉപദ്രവിക്കുകയോ ആട്ടിപ്പായിക്കുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഉപ്പനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അന്നേ ദിവസം തീർച്ചയായും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും, ഇനി അഥവാ വിഷ്ണു ക്ഷേത്രം അടുത്തില്ല എങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഭാഗ്യസൂത്രം നിങ്ങളുടെ പേരിൽ വഴിപാടാക്കുന്നതും ഉത്തമം തന്നെയാണ്. ഈ ഒരു വഴിപാട് കൂടി നിങ്ങൾ നടത്തുക. ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യണം. അന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ വിളക്ക് തെളിയിച്ച് ജപിക്കുന്നതും അതീവ ശുഭകരമാണ്. ഈ കാര്യങ്ങൾ ഉപ്പനുമായി ബന്ധപ്പെട്ട് ഏവരും ശ്രദ്ധിക്കുക. ആ സൗഭാഗ്യം അഥവാ ഭഗവാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നതായ ആ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ലഭിക്കുവാൻ ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.